ഓം ഗം ഗണപതയേ നമഃ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് മഹാപ്രത്യാംഗിരാ ദേവിയെക്കുറിച്ച് മനസ്സിലാക്കാം. ദിവ്യമാതാവിൻ്റെ ശക്തമായ ഭാവമായ ശ്രീ മഹാപ്രത്യാംഗിരാ ദേവി മോക്ഷത്തിൻ്റെ അമ്മയാണ്. അവൾ തൻ്റെ ഭക്തരെ അവരുടെ കർമ്മങ്ങളിൽ നിന്നും ജീവിതം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അവൾ നീതി, സത്യം, കുറ്റമറ്റ നീതി എന്നിവയുടെ ആൾരൂപമാണ്. ശ്രീ മഹാപ്രത്യാംഗിരാ ദേവി ശുദ്ധമായ ആനന്ദവുമാണ്. അവൾ തൻ്റെ ഭക്തരെ കഠിനമായി സംരക്ഷിക്കുകയും അവരുടെ നിഷേധാത്മകതയെ വിഴുങ്ങുകയും അവരുടെ വേഗതയേറിയതും ശക്തവുമായ ഊർജത്താൽ അവരെ മോചനത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. കാര്യങ്ങൾ സമനില തെറ്റുമ്പോൾ അവൾ രൂപം പ്രാപിക്കുകയും ലോകത്തെ സത്യയുഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അവൾ ഓരോ ജീവിയുടെയും ഉള്ളിലുണ്ട്. അസ്തിത്വത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉള്ളിൽ ഉണർത്താൻ കാത്തിരിക്കുന്നു. പ്രത്യംഗിരാ ദേവിയെ ശൂന്യതയുടെ മാതാവ് എന്ന് വിളിക്കുന്നു. കാരണം അവൾ ദിവ്യമാതാവിനുള്ളിലെ അഗാധമായ സ്ഥലത്ത് നിന്ന്, ശൂന്യത എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് നിന്ന് വരുന്നു. ശൂന്യതയിൽ എല്ലാം അവ്യക്തവും ശക്തവുമായ അവസ്ഥയിലാണ്. ഭയം, വേദന, നഷ്ടം, ആഗ്രഹം, സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല. അമ്മയുടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത ശൂന്യമായ ശുദ്ധമായ ബോധത്തിൻ്റെ നിശ്ചലതയുടെ സ്ഥലമാണ്. അതൊരു ആനന്ദകരമായ അവസ്ഥയാണ്. നിലവിലെ യുഗത്തിൽ അമ്മ ആദിശക്തിയിലൂടെയും സ്വാമി ഷൺമുഖത്തിലൂടെയും തൻ്റെ അടിയാർഗങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തുകയാണ്. അവർ അവരുടെ ബോധവും ഊർജവും പ്രാകൃതവും സമീപിക്കാവുന്നതുമായ രീതിയിൽ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. അമ്മയുടെ രൂപം. പ്രത്യംഗിരാ ദേവി ഒരു ആൺ സിംഹത്തിൻ്റെ തലയും ഒരു സ്ത്രീയുടെ ശരീരവുമുള്ള ഒരു ദേവതയായി നമുക്ക് കാണാം. അവരുടെ രൂപവും ഊർജവും പുരുഷലിംഗവും സ്ത്രീലിംഗവും, അതായത് ശിവശക്തി തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. ഇത് യിൻയാങ്ങിൻ്റെ പ്രതിനിധാനമാണ്. എതിർശക്തികൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ അവളുടെ ഭക്തരെ ഏകത്വത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഉയർന്ന ആത്മാവുമായുള്ള ഏകത്വത്തിലേക്കോ മറികടക്കാൻ പ്രാപ്തരാക്കുന്നു. പ്രത്യംഗിരാ ദേവി ഒരു ഭക്തൻ്റെ കർമ്മങ്ങൾ വിഴുങ്ങുകയും അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. അവർ ശുദ്ധമായ ഉദ്ദേശങ്ങൾ പുലർത്തുകയും അവരുടെ കർമ്മങ്ങളിലൂടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അവൾ നെഗറ്റീവ് എനർജിയെ ശുദ്ധീകരിക്കുന്നതിലൂടെ രൂപാന്തരപ്പെടുന്നു. കൃപയുടെ ഒരു മഹാസമുദ്രമായതിനാൽ അമ്മ പൂർണ്ണമായും സ്വയം നൽകുന്നു. നമ്മൾ നമ്മോട് നമ്മുടെ ഭക്തി മാത്രമാണ് ആവശ്യപ്പെടുന്നത്. പകരം അവൾ അനന്തമായി നൽകുന്നു. നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തുന്നു. ആത്മാർത്ഥമായ ഭക്തി ഉള്ളിടത്തെല്ലാം പ്രത്യംഗിരാ ദേവി സ്വയം വെളിപ്പെടുത്തും. അവൾ എപ്പോഴും തൻ്റെ ഭക്തരുടെ പക്ഷത്തുണ്ട്. അവരെ എപ്പോഴും സംരക്ഷിക്കുന്നു. പ്രത്യംഗിര ഊർജം പ്രകടമാകുന്നത് പോലെ അത് പലപ്പോഴും വേഗതയേറിയതും ശക്തവുമായ ഒരു പ്രവാഹമാണ്. ഊർജം ഒരാളുടെ നിഷേധാത്മക വശങ്ങളിലൂടെ വേരുകളിൽ പ്രഹരിക്കുന്നതിനാൽ അത് റങ്ങ് താഴെ വലിക്കുന്നതിന് തുല്യമാണ്. ഊർജം ഒരു ചുഴലിക്കാറ്റ് പോലെ വരുന്നു, ഉള്ളിൽ നിന്നും ഒരാളെ കുലുക്കുന്നു, അവരെ വേഗത്തിൽ സ്വതന്ത്രമാക്കുകയും ഊർജ്ജസ്വലമാക്കുകയും അവരെ അവരുടെ ആത്മാവിൻ്റെ വിമോചനങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ദിവ്യമാതാവിൻ്റെ പ്രത്യംഗിരാഭാവം ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. ലോകത്ത് സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരാൻ പലതും ഉള്ളിലുള്ളപ്പോൾ ഈ അമ്മ രൂപം പ്രാപിക്കുന്നു. കലിയുഗ ഊർജങ്ങൾക്കിടയിൽ സത്യലോക ഊർജം പകരുന്ന ദേവിയാണ് അവൾ.
ബോധത്തിൻ്റെ സാധാരണ തലങ്ങളെ മറികടന്ന് പ്രത്യങ്കിര ബോധത്തിലേക്ക് ഉയർത്താനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ലളിതവും എന്നാൽ അഗാധവുമായ ശക്തമായ ഷം ധ്യാനമാണ്. ഈ പരിണാമ സമ്പ്രദായം ഒരാളെ അവരുടെ മനസ്സിൽ നിശ്ചലാവസ്ഥ കൈവരിക്കാനും അവരുടെ ആനന്ദ ശരീരത്തിൽ ആയിരിക്കാനും സഹായിക്കുന്നു. അടിയാർകൾ അമ്മ ആദിശക്തിയും സ്വാമി ഷൺമുഖനുമാണ് ഷം ധ്യാനം രൂപപ്പെടുത്തിയത്. ഇത് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആചാരമായാണ് ശ്രീ മഹാപ്രത്യാങ്കിര ദേവിയെ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ ഒരേ ഒരു അഭ്യാസമാണിത്. പ്രത്യങ്കിര ദേവി ശൂന്യതയിൽ നിന്നും വരുന്നതിനാൽ അവൾക്ക് രൂപമോ പേരോ ഇല്ല. പുരാതന കാലത്ത് 2 ഋഷിമാർ അവരുടെ ആനന്ദകരമായ ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ ദേവിയുടെ ഊർജം ആദ്യമായി അനുഭവിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. ദേവി ഋഷികളെയും അങ്കിരസ് മഹർഷിയെയും പ്രത്യാങ്കിര മഹർഷിയെയും അവരുടെ പേരിൽ നാമകരണം ചെയ്യാനുള്ള അനുഗ്രഹം നൽകി ആദരിച്ചു. അമ്മ സ്വയം വെളിപ്പെടുത്തിയതും പ്രത്യങ്കിര ദേവി എന്നറിയപ്പെടുന്നതും ഇങ്ങനെയെന്ന് വായിക്കുന്നത് അതിൽ തന്നെ ശക്തമായ ഒരു അനുഭവമാണ്. ശ്രീ മഹാപ്രത്യങ്കിര ദേവിയെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ ഉണ്ട്. ആളുകൾ അവളുടെ ഊർജം ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു. മന്ത്രവാദം നീക്കം ചെയ്യുന്നതിനോ മന്ത്രവാദം നടത്തുന്നതിനോ ഉള്ള ദേവകൾ അവൾ ആണെന്നാണ് പൊതുവായ തെറ്റിദ്ധാരണ. പ്രത്യങ്കിര ദേവി സർവശക്തയായ ദേവിയാണ്. മോക്ഷത്തിൻ്റെ ദാതാവാണവൾ. ധർമ്മത്തിൻ്റെയോ നീതിയുടെയോ സംരക്ഷകയാണ്. അതിനാൽ അവളെ എങ്ങനെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെടുത്താനാവും? പ്രത്യങ്കിര ദേവിയെ പലപ്പോഴും ഉഗ്രദേവത അല്ലെങ്കിൽ കോപാകുലയായ ദേവി എന്ന് വിളിക്കാറുണ്ട്. ആളുകൾക്ക് ദോഷം സംഭവിക്കുമെന്നതിനാൽ അവളോട് പ്രാർത്ഥിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. ദേവി തീർച്ചയായും ഉഗ്രനാണ്. എന്നാൽ അവളുടെ ഉഗ്രത അവളുടെ നിഷേധാത്മകത ഭക്ഷിക്കുകയും അവരെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നതിനാലാണ്. എന്നാൽ ഒരാൾ അവരുടെ വഴികളിൽ വഞ്ചന കാണിക്കുകയും അമ്മയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും അവളുടെ ശക്തികളെ അധാർമിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്താൽ അതിൻ്റെ ദോഷഫലങ്ങൾ അവർ വലുതായി അനുഭവിക്കേണ്ടി വരും. പ്രത്യങ്കിര ദേവിയുടെ ചിത്രങ്ങൾ വീട്ടിൽ പാടില്ല എന്ന തെറ്റിദ്ധാരണയുണ്ട്. അത് അമ്മയെക്കുറിച്ച് തികച്ചും തെറ്റായ ധാരണയാണ് അവർക്കുള്ളത്. കൃപയുടെ ഒരു മഹാസമുദ്രമാണ്. അവരുടെ സ്നേഹവും കൃപയും കൊണ്ട് മാത്രമേ അവൾക്ക് ഒരു മഴ ലഭിക്കൂ. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം മഹാവിഷ്ണുവിൻ്റെ അർദ്ധമനുഷ്യാവതാരമായ ഉഗ്ര നരസിംഹത്തിൻ്റെ കോപം ശ്രീ മഹാപ്രത്യങ്കിര ദേവി ശമിപ്പിച്ചെന്നാണ് കഥ. മാർക്കണ്ഡേയ പുരാണം പറയുന്നത്. പ്രത്യങ്കിര മാതാവ് ധർമ്മസംരക്ഷണത്തിൽ അശ്രാന്തയാണ്. കാരണം ന്യായമില്ലെങ്കിൽ അവൾ തൻ്റെ ഭക്തരെ സഹായിക്കില്ല. രാമായണത്തിൽ രാവണൻ്റെ പുത്രനും പ്രത്യങ്കിര ദേവിയുടെ ഭക്തനുമായ ഇന്ദ്രജിത്തിൻ്റെ കഥയിൽ ഈ വശം പ്രകടമാണ്. ഇനി നമുക്ക് പ്രത്യങ്കിര ദേവിയുടെ കഥ ഒന്ന് കേട്ടാലോ. യുദ്ധത്തിൻ്റെ വൈദഗ്ധ്യത്തിന് പേരുകേട്ട ഹിന്ദുമതത്തിലെ ഒരു വംശമായ ക്ഷത്രിയരാണ് പ്രധാനമായും ആരാധിക്കുന്ന ഒരു ഹിന്ദു ദേവതയാണ് പ്രത്യങ്കിര ദേവി. മന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ സംഭവിക്കാവുന്ന ഏത് ദൗർഭാഗ്യമോ മാരകമായ സംഭവമോ അകറ്റുന്ന അവളുടെ ശക്തിക്ക് അവൾ അറിയപ്പെടുന്നു. എന്നിരുന്നാലും അവളുടെ ഭക്തനെ അതിരുകളില്ലാത്ത ശക്തിയും ഊർജവും നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദേവതയായി അവളെ ആരാധിക്കുന്നു. ഹിരണ്യകശ്യപൻ്റെ കഥ നമ്മളിൽ മിക്കവാർക്കും അറിയാം. മഹാവിഷ്ണുവിനെ വെറുക്കുകയും അവനെ ആരാധിച്ചതിനാൽ തൻ്റെ മകനെ നിരവധി പ്രശ്നങ്ങൾക്കിടയാക്കുകയും ചെയ്ത ഒരു രാജാവ്. അപ്പോൾ മഹാവിഷ്ണു നരസിംഹ അവതാരമെടുത്തു ഹിരണ്യകശ്യപൻ്റെ ഉദരം തൻ്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് കീറി അവൻ്റെ അശുദ്ധ രക്തം കുടിച്ചുകൊണ്ട് അവൻ്റെ അനീതിക്ക് അറുതി വരുത്തി എന്നും നമുക്കറിയാം. തൻ്റെ അശുദ്ധ രക്തം കുടിച്ച നരസിംഹ ഭഗവാൻ കോപിച്ചു. അവനെ നിയന്ത്രിക്കാൻ പ്രയാസമായി. ഇത് ലോകത്തിന് അന്ത്യം കുറിക്കുമെന്ന് ഭയന്ന് ശിവൻ മൃഗത്തിൻ്റെ ശരീരവും മനുഷ്യമുഖവും പക്ഷിയെപ്പോലെ ചിറകുള്ള ശബേശ്വരൻ്റെ രൂപവും സ്വീകരിച്ചു. നരസിംഹ ഭഗവാൻ
ശരഭേശ്വരനെ കണ്ടപ്പോൾ കൂടുതൽ രോഷാകുലനായി. സമാനമായ ഒരു ജീവിയെ സൃഷ്ടിച്ചു. എന്നാൽ രണ്ടു തലകളോടെ ഇത് പരമശിവനെ കോപാകുലനാക്കി. അവൻ തൻ്റെ മൂന്നാം കണ്ണ് തുറക്കുകയും അതിൽ നിന്ന് പ്രത്യംഗിരാദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അവൾ പക്ഷിയെ തിന്നുകയും മരങ്ങൾ പർവ്വതങ്ങൾ പോലും ഭയന്ന് വിറയ്ക്കുന്ന തരത്തിൽ ഉഗ്രനായിരുന്നു. അവൾ ശരഭേശ്വരയെ ഉപദേശിക്കുകയും അധികാരവും അഹങ്കാരവും അനുയോജ്യമായ ഒരു സംയോജനമല്ലെന്ന് അവനോട് പറയുകയും ചെയ്തു. അവളുടെ കോപം കണ്ട് ഭഗവാൻ നരസിംഹം നിശബ്ദനായി. ദേവി അവൻ്റെ മടിയിൽ ഇരുന്നു അവനെ സമാധാനിപ്പിച്ചു. ലോകം നാശത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പ്രത്യംഗിരാദേവിയുടെ നിർഭയത്വത്തിനും ശക്തമായ ശക്തികളെ നേരിടാനുള്ള കഴിവും പ്രശംസിക്കപ്പെട്ടു. ഇപ്പോൾ സാധാരണക്കാർക്ക് ഒരു പുതിയ ദേവത ഉണ്ടായിരിക്കുന്നു. അവർ ദുഷ്ടശക്തികളോടും നിഷേധാത്മക ശക്തികളോടും പോരാടാനുള്ള ശക്തിയും കഴിവും നൽകുന്നതിന് അവളെ ആരാധിച്ചു. മനുഷ്യ ശരീരവും സിംഹമുഖവും ഉള്ളതിനാൽ നരസിംഹിക എന്നും അവൾ അറിയപ്പെടുന്നു. ഈ സംഭവം മാർക്കണ്ഡേയ പുരാണത്തിലും ഹിന്ദു സംസ്കാരങ്ങളിലെ മറ്റു ചില പുരാണ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. ദേവിയുടെ മറ്റൊരു പ്രത്യംഗിതാ ദേവിയുടെ കഥയുണ്ട്. ഇതിൽ രണ്ട് മുനിമാർ ഒരു വനത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു അജ്ഞാത ദേവത അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ അവരുടെ പേര് ചോദിച്ചപ്പോൾ അവൾ സന്തോഷിക്കുകയും ഒരു മുനിക്ക് പ്രത്യംഗിര എന്ന് മറ്റേ മുനിക്ക് അങ്കിരസ് എന്നും പേരിട്ടു. ആ സംഭവത്തിന് ശേഷം എല്ലാവരും അവളെ ദേവി പ്രത്യാങ്കിരയായി ആരാധിച്ചു. ദുഷ്ടശക്തികളുടെ വിനാശകയാണ് പ്രത്യംഗിരാ ദേവി. ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള മന്ത്രവാദത്തിന് ഇന്ന് ആരാധിക്കുന്ന ആളുകൾ സംരക്ഷിക്കപ്പെടുന്നു. പ്രകൃതിയെ നശിപ്പിക്കുന്നത് നിർത്താൻ നരസിംഹ ഭഗവാനെ ഉപദേശിക്കുകയും ചെയ്ത അതേ രീതിയിൽ തന്നെ അവൾ തൻ്റെ ഭക്തർക്ക് ശരിയായ പാത കാണിക്കുമെന്ന് അറിയപ്പെടുന്നു. അതിനാൽ മറ്റു ഹിന്ദു ദേവതകൾക്കിടയിൽ അവൾക്ക് അതിൻ്റേതായ പ്രാധാന്യവും ബഹുമാനവും ഉണ്ട്. അപ്പോൾ പ്രത്യംഗിരാ ദേവിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വിഷയവുമായിട്ട് വരാം. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായ കഥകളായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.